മാമേ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പായസം. എന്തു പായസാ? ചെറുപയറിന്റെ പായസം ആണ്. അമ്മാമ്മക്ക് ഇഷ്ടാ? എനിക്കിഷ്ടാ. അച്ചാച്ചനോ? അച്ചാച്ചൻ കുറച്ച് കുടിക്കും, ഷുഗറുള്ളത് കൊണ്ട് കുറച്ചായി കുടിക്കും. ആണോ? നമുക്ക് വീഡിയോ എടുക്കല്ലേ? ഓ റെഡി. ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 500 ഗ്രാം ചെറുപയർ പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. 5 to 10 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് വറുക്കണം. പരിപ്പ് ഒരു ഗോൾഡൻ കളറാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ആ സമയം പായസത്തിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മമ്മ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിയായ പരുവം. ഇനി ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കുക. അടുത്തത് ഒരു കുക്കർ എടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 3-ാം പാലാണ് ഒഴിക്കേണ്ടത്. 5 കപ്പ് 3-ാം പാൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി 2 വിസിൽ വേവിക്കണം. രണ്ട് വിസിലിന് ശേഷം നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം അടുത്തത് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാർന്നു കൊടുക്കുക. മധുരത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. ഇതിലേക്ക് വേവിച്ചു വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര പാനിയിൽ നന്നായിട്ട് ഇത് വേവണം. ഒരു 10 മിനിറ്റ് നേരം വേവണം. അപ്പോൾ ഈ ചെറുപയറൊക്കെ ഈ ശർക്കര പാനി നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചെറിയ തീയിൽ വെച്ച് മെല്ലെ ഇളക്കിയെടുക്കുക. അധികം നേരം വേവിച്ചാൽ തേങ്ങാപ്പാൽ പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി പായസത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ച ജീരകം ചേർക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് അവസാനം ഒരു 3/4 കപ്പ് 1-ാം പാല് ചേർക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. നല്ല സ്മെല്ല്.
പായസത്തിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് വറവ് ഇടുകയാണ്. ആദ്യം ഒരു ചീഞ്ചട്ടിയിൽ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. ഒരു ഗോൾഡൻ നിറമാവുന്നവരെ വറുക്കുക. ഇനി വറുത്ത് കോരുക. അടുത്തത് മുന്തിരി, ഉണക്കമുന്തിരി. തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വറുക്കുക. എന്നിട്ട് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അടിപൊളി പരിപ്പ് പായസം റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്